സെക്കൻഡ് ചാപ്റ്ററാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ പല ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ലൈക്ക് ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ. അപ്പോൾ നമുക്ക് മനസ്സിലായി കമ്പ്യൂട്ടറിന് പല ടൈപ്പ് ഓഫ് ഡാറ്റ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ഈ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റ എടുത്തിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. അത് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ഞാൻ പ്രോസസ്സ് ചെയ്ത വീഡിയോ ഡാറ്റയായിട്ട് അതിൽ സ്റ്റോർ ചെയ്യാം. ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റ നമുക്ക് വേണമെങ്കിൽ കാണാനും പറ്റും. അതായത് കമ്പ്യൂട്ടർ അതിനെ ഒരു റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് തരുന്നു. കമ്പ്യൂട്ടറിൽ ഡാറ്റ ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡാറ്റ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ, ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് വയ്ക്കാം, ഒരു ഓഡിയോ പ്ലേ ചെയ്ത് വയ്ക്കാം. നമുക്ക് മനസ്സിലാവും, നമുക്ക് കാണാവുന്ന രീതിയിൽ അത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി കമ്പ്യൂട്ടറിന് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും കഴിയും, അത് പ്രോസസ്സ് ചെയ്യാനും കഴിയും, അത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് തരാനും സാധിക്കും. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിന് ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഈ കമ്പ്യൂട്ടറിനുള്ളിൽ എങ്ങനെയാണ് ഈ ഡാറ്റയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾക്കറിയോ? ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആയാലും കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ബൈനറി ലാംഗ്വേജിലാണ്. ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 0യും 1ഉം മാത്രം ഉപയോഗിച്ചിട്ട്. ഈ ബൈനറി ഡാറ്റ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ദ മെത്തേഡ് ഓഫ് സ്റ്റോറിങ് ആൻഡ് എക്സ്പ്രസിങ് ഡാറ്റ ഇൻ ബൈനറി ഫോം ഈസ് നോൺ ആസ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ.